വാഹനം നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾക്ക് പിഴ വന്നിട്ടുണ്ടോ? ആ പിഴ ചിലപ്പോൾ ക്യാമറ വഴി പിടിച്ചതാവാം, അല്ലെങ്കിൽ RTO പിടിച്ചതാവാം, അതും അല്ലെങ്കിൽ പോലീസ് പിടിച്ചതാവാം. ഇങ്ങനെ പിടിച്ച ഫൈനുകളൊക്കെ ചലാൻ വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടും ആ പിഴ അടയ്ക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട്. ഇങ്ങനെ ആ പിഴകൾ അടയ്ക്കാത്തിടത്തോളം നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ആ വാഹനം സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ RC ബുക്ക് പണയം വെച്ചിട്ട് പൈസ എടുക്കാനോ ഒന്നും പറ്റില്ല. ഇത് മാത്രമല്ല, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഫൈൻ അടയ്ക്കാത്തിടത്തോളം ഇൻഷുറൻസ് എല്ലാ കൊല്ലം ഇൻഷുറൻസ് പുതുക്കുമല്ലോ, ആ ടൈമിൽ എത്രത്തോളം നിങ്ങൾക്ക് ഫൈൻ ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ചലാൻ വഴി നിങ്ങൾ അടയ്ക്കാത്ത ഫൈൻ ഉണ്ട്, ആ പിഴകളിലെല്ലാം പലിശയും കൂട്ടിയിട്ട് നിങ്ങൾ പ്രീമിയം ആയിട്ട് ഇൻഷുറൻസ് ആയി അടയ്ക്കേണ്ടി വരും. പിന്നെ ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം, 60 ദിവസം മാത്രമാണ്. എന്നാണോ പിഴ നിങ്ങൾക്ക് ചുമത്തിയത് ആ ദിവസം മുതൽ 60 ദിവസം വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പിഴ അടയ്ക്കാവുന്നത്. ഈ പരിവാഹൻ എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് പിഴ അടയ്ക്കാനുള്ള കാലാവധി. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് 60 ദിവസത്തിന് ശേഷം ഈ പിഴകൾ അടയ്ക്കാൻ എന്താണ് ഒരു വഴി എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കണമെങ്കിൽ ആ ഫൈനുകൾ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എവിടെയാണോ ഫൈൻ പിടിച്ച് അവിടെ പോയി അന്വേഷിച്ച് അതിനനുസരിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വക്കീലിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ആ ഫൈൻ അടയ്ക്കാവുന്നതാണ്.